الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അബദ്ധങ്ങളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ, അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ ആശുപത്രികളിലൊക്കെ കഴിയുന്നവർ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മളുടെയും ഒക്കെ പ്രയാസങ്ങൾ മാറ്റുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് 2 പേർ ദുആന് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉദരസംബന്ധമായ രോഗത്തിൻ്റെ പേരിലുള്ള ഒരു സ്ത്രീയാണ് ദുആന് വേണ്ടി വസിയത്ത് ചെയ്തത്. ഡോക്ടർമാർ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് സർജറി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ ഏറ്റവും നല്ല ശിഫ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ 11 വയസ്സുള്ളൊരു പെൺകുട്ടി എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ ഉദരസംബന്ധമായ അതും വയറ് സംബന്ധമായ രോഗത്തിന് സർജറിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അവരും ദുആന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കും ആഫിയത്തും ഷിഫാവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഞാമത്തുകൾ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. ബാഹ്യമായി നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ അധ്വാനം, നമ്മുടെ കഴിവ്, നമ്മുടെ സാമർഥ്യം ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ എല്ലാം വേര് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഉത്തരം അത് അള്ളാഹു നൽകിയത് എന്നാണ്. അള്ളാഹു പറയുന്നു, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു നൽകിയതാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ പാർപ്പിടം, നമ്മുടെ തൊഴിൽ, നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ പൂർണ്ണാർത്ഥത്തിലല്ലെങ്കിലും ഭാഗികമായിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന നീതിയും സമാധാനവും ഒക്കെ ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അള്ളാഹു തആല അവൻ്റെ പടപ്പുകളാകുന്ന മനുഷ്യന്മാർക്ക് എല്ലാവർക്കും എല്ലാം ഒരുപോലെയല്ല നൽകിയിട്ടുള്ളത്. സമ്പത്ത് എല്ലാ ആളുകൾക്കും അള്ളാഹു ഒരുപോലെ നൽകിയിട്ടില്ല. ആരോഗ്യം എല്ലാ ആളുകൾക്കും ഒരേ തരത്തിലുള്ള ആരോഗ്യം അള്ളാഹു നൽകിയിട്ടില്ല. ഏറ്റവും വ്യത്യാസത്തോട് കൂടിയിട്ടാണ് അള്ളാഹു ഈ ഭൂമിയിൽ ഇതൊക്കെ സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോൾ സമ്പത്തില്ലാത്തവൻ എങ്ങനെ ജീവിക്കും, സമ്പത്ത് കുറഞ്ഞവൻ എങ്ങനെ ജീവിക്കും, ആരോഗ്യം കുറഞ്ഞവൻ എങ്ങനെ ജീവിക്കും എന്ന ഈ ചോദ്യങ്ങളൊക്കെ ഉയരാറുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ മുന്നോട്ട് വെക്കുന്ന ആശയം, സമ്പത്തുള്ളവൻ അവൻ്റെ സമ്പത്ത് അവൻക്കും അവൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം ഉപയോഗിച്ച് തീർക്കേണ്ടതല്ല സമ്പത്ത്. ലിസ്സാഇലി വൽ മഹ്റൂം വഫീ അംവാലിഹിം ഹഖ്ഖുൻ. സത്യവിശ്വാസികളായ ആളുകളുടെ സമ്പത്തിൽ ഹഖ്ഖുൻ, ബാധ്യതകളും കടമയുമുണ്ട്, അവകാശമുണ്ട്. ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും സമൂഹത്തിൽ സാമ്പത്തികമായ ഉന്നമനത്തിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അവർക്കും ഇതിലൊരു ഓഹരിയുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. നിർബന്ധമായ ബാധ്യതകൾ അല്ലാഹു തആല അതിൽ വെച്ചു. സക്കാത്ത് അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്.
ഞാൻ സമ്പാദിക്കുന്നതൊക്കെ എനിക്ക് മാത്രം എന്നത് ഭൗതികാർത്ഥത്തിൽ പോലും ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ സമ്പാദിച്ചത് ഞാൻ എന്തിനാണ് ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്? പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ ജീവിക്കുന്ന സ്റ്റേറ്റ്, ഞാൻ ജീവിക്കുന്ന സ്റ്റേറ്റ്, അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിന് സ്റ്റേറ്റിൻ്റെതായ ആനുകൂല്യങ്ങൾ നമ്മൾ പറ്റുന്നുണ്ട് എങ്കിൽ അതാണ് അവരുടെ നെറേഷൻ. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റും. GST അത് നമ്മൾ കൊടുത്തേ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതൊക്കെ എനിക്ക് എന്ന മാത്രം സിദ്ധാന്തം ഭൗതിക അർത്ഥത്തിൽ പോലും പ്രാപ്യമല്ല എന്നുള്ളതാണ്. അള്ളാഹു താല പഠിപ്പിക്കുന്നത് നിശ്ചിതമായ ഒരു ഓഹരി സമ്പത്ത് ഓരോ മനുഷ്യൻ്റെ കൈകളിലുണ്ടെങ്കിൽ അത് സക്കാത്ത് എന്ന നിർബന്ധ ബാധ്യതയായി സമൂഹത്തിലെ വ്യത്യസ്തരായ ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. എന്തിനാണ്? ഇവിടെ സാമ്പത്തിക നീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. എല്ലാവർക്കും ഒരുപോലെ തുല്യമായ സാമ്പത്തിക നീതി അത് പ്രായോഗികമായി പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ഓരോ മനുഷ്യനും അവൻ വലിയ അപകടങ്ങളില്ലാതെ വലിയ ബാധ്യതകളില്ലാതെ ജീവിച്ചു പോകാൻ സക്കാത്ത് കൊണ്ട് പറ്റും. ഇനി അതിനെയും വിശാലമായിക്കൊണ്ട് അള്ളാഹു താല മറ്റു സുന്നത്തായ സാമ്പത്തിക ബാധ്യതകൾ അള്ളാഹു കൊടുത്തു. സ്വതക്കകൾ അള്ളാഹു നിശ്ചയിച്ചു, ഹിബത്തുകൾ അള്ളാഹു നിശ്ചയിച്ചു, ഹദിയകൾ അള്ളാഹു നിശ്ചയിച്ചു. ഇതിലുമൊക്കെ സാമ്പത്തിക ഇടപാടുകൾ അള്ളാഹു വെച്ചു. പല അമലുകളുടെയും കഫാറകളായി നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ചില തെറ്റുകളൊക്കെ സംഭവിച്ചാൽ പ്രായശ്ചിത്തം ശറഅ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രായശ്ചിത്തങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഖുർആൻ ശരീഫിൽ കാണാം, ഫകഫാറതുഹു ഇത്ആമു 10 മസാക്കീൻ. ചില തെറ്റുകളെ പറ്റി പറയുമ്പോൾ ആ തെറ്റിൻ്റെ പ്രായശ്ചിത്തം എന്താണ്? ഇത്ആമു 10 മസാക്കീൻ, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അല്ലെങ്കിൽ ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകണം. ഔ തഹരീറു റഖബത്തിൻ, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. ഇങ്ങനെ മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ഇടപാടിന് പ്രായശ്ചിത്തമായിട്ട് പോലും സഹമനുഷ്യനെയും സഹജീവിയെയും പരിഗണിക്കാനുള്ള ഒരു ത്വരയും ചിന്തയുമാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച എന്തുമായിക്കൊള്ളട്ടെ, ഇതൊന്നും തന്നെ എല്ലാം എനിക്ക് മാത്രമാണ് എന്ന കാഴ്ചപ്പാട് അത് ശരീഅത്ത് നമ്മളെ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. സമ്പത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. എന്നാൽ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് അള്ളാഹു താല ഈ ഭൂമിയിൽ അവർക്ക് നൽകുന്ന വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹു താല ഭൂമിയിൽ ജാഹു കൊടുക്കും. എന്താണ് ജാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു താല അവർക്കൊരു ഭൂമിയിൽ സ്വാധീനവും നേതൃപാഠവും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു 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 പ്രൗഢ അവർക്ക് കൊടുക്കും. അവരെ 4 ആൾ അംഗീകരിക്കും. അവർക്ക് വലിയ മതിപ്പായിരിക്കും. അവർ പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കും. അതൊരു പക്ഷേ സമ്പത്തിൻ്റെ പേരിലാകാം, അതൊരു പക്ഷേ അവരുടെ വൈജ്ഞാനികമായ ഉന്നതിയുടെ പേരിലാകാം, അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ഗുണങ്ങളുടെ പേരിലാകാം. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തആല ഒരു മനുഷ്യനിക്ക് കൊടുക്കുന്ന നിഅമത്താണ്. അവൻ നേരത്തെ സമ്പത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സമ്പത്ത് എനിക്ക് കിട്ടുമ്പോൾ അത് എനിക്ക് മാത്രം ഉപയോഗിച്ച് എൻ്റെ ആ ഒരു സർക്കിളിലുള്ള ആളുകൾക്ക് മാത്രം ഉപയോഗിക്കേണ്ടതല്ല എങ്കിൽ ഈ ജാഹ് കിട്ടിയ ആളുകൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും മേഖലയിൽ നമുക്ക് സ്വാധീനമുള്ള മേഖലകൾ ഉണ്ടാകും. രാഷ്ട്രീയ തലത്തിൽ സ്വാധീനമുള്ള ആളുകൾ, സംഘടനാ തലത്തിൽ സ്വാധീനമുള്ള ആളുകൾ, വിദ്യാഭ്യാസ മേഖലയിൽ സ്വാധീനമുള്ള ആളുകൾ, ഇനി മറ്റു മേഖലകളിൽ സ്വാധീനമുള്ള ആളുകൾ. എന്ത് നമ്മൾ നോക്കിയാലും നമുക്ക് ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ സ്ഥാനവും മാനവും നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ സമ്പത്തിൻ്റെ ബാധ്യത സക്കാത്ത് കൊടുക്കൽ പോലെ, ആ സമ്പത്തിൻ്റെ ബാധ്യത സ്വതക്കകൾ കൊടുക്കൽ പോലെ, ഹദിയകൾ കൊടുക്കൽ പോലെ എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ സ്വാധീനം, ഇതിൻ്റെ നിഅമത്തും ഈ നിഅമത്തിനുള്ള ശുക്റും എങ്ങനെയാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി ചർച്ച ചെയ്യുകയും അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മാ നഖസത് സദഖത്തും മിൻ മാലിൻ, ഒരാൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ബാഹ്യമായി കുറയുകയാണ്. എല്ലാ സിദ്ധാന്തങ്ങളും പഠിപ്പിക്കുന്നത് എങ്ങനെ സമ്പത്തുണ്ടാക്കാം എന്നുള്ളതാണ്, അതിനെങ്ങനെ ഇരട്ടിയാക്കാം എന്നുള്ളതാണ്, അതിനെങ്ങനെ എത്രമാത്രം നമുക്ക് 2x ആയും 3x ആയും 5x ആയും 10x ആയാക്കാം അതിൻ്റെ ഗുണിതങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് എല്ലാ തിയറികളും പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് സമ്പത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ കൊടുക്കുമ്പോൾ ബാഹ്യമായി 100 രൂപ സദഖ ചെയ്യുമ്പോൾ 1000 കയ്യിലുള്ളവൻ്റെ നിന്നും 100 രൂപ കുറയുകയാണ്. പക്ഷെ അള്ളാഹു പഠിപ്പിക്കുന്നത് മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ, നിങ്ങൾ സമ്പത്ത് ദാനം ചെയ്തതിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും തന്നെ അത് കുറയുകയില്ല. ബാഹ്യമായ കുറച്ചിലുണ്ടാകാം, പക്ഷെ നിങ്ങൾ 10 കൊടുക്കുമ്പോൾ അള്ളാഹു തആല 1000-നുള്ള മറ്റു വഴികൾ നിങ്ങൾക്ക് അള്ളാഹു തുറന്നു തരും. എല്ലാത്തിൻ്റെയും തർത്തീബും സ്ട്രാറ്റജിയും നമ്മൾ കൺമുമ്പിൽ അള്ളാഹു കാണിച്ചു തരണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ.
ഇതുപോലെ ശേഷം പറയാൻ വേണ്ടി പോകുന്ന അള്ളാഹു നമുക്ക് നൽകിയ ഈ ജാഹ്, ഇൻഫ്ലുവൻസ്, ഈ ഇൻഫ്ലുവൻസ് നമുക്കൊരു സക്കാത്തുണ്ട്. ആ സക്കാത്ത് ഒരു മനുഷ്യന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ മനുഷ്യന്റെ സ്വാധീനവും സമൂഹത്തിലെ വിലയും കുറയുകയല്ല, മറിച്ച് അത് കൂടുകയാണ് എന്നും ഈ ഹദീസിൽ കൂടി നമുക്ക് വായിക്കാം. ഒരു മനുഷ്യന് മാപ്പ് കൊടുക്കുമ്പോൾ, മറ്റൊരു മനുഷ്യന് മാപ്പ് കൊടുക്കുമ്പോൾ, തന്നോട് അക്രമം ചെയ്തവൻ, തന്നോട് ദ്രോഹം ചെയ്തവൻ, അവന് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായി കുറയുകയാണ്. പകരം വീട്ടുമ്പോഴാണ് അതിനോട് മുഖാബലയാകുന്നത്, സമാസമമാകുന്നത്. പക്ഷേ ഞാൻ പ്രതികരിക്കാതിരിക്കുമ്പോൾ, ഞാൻ അതിന് റിവെഞ്ച് എടുക്കാതിരിക്കുമ്പോൾ, ഞാൻ അവിടെ മാപ്പ് കൊടുക്കുമ്പോൾ ബാഹ്യാർത്ഥത്തിൽ ഞാൻ തോറ്റുകൊടുക്കുകയാണ്, ഞാൻ അവിടെ എൻ്റെ പത്യം അടക്കുകയാണ്, ഞാൻ അവിടെ മുട്ടുകുത്തുകയാണ്. പക്ഷെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇല്ല ഇസ്സൻ, പകരം അള്ളാഹു നിനക്ക് അന്തസ്സാണ് നൽകുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താണ് നമുക്ക് നൽകിയ സ്വാധീനം, സമൂഹത്തിൽ നമുക്കുള്ള ഈ സ്ഥാനങ്ങളുടെ സക്കാത്ത് എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്, അതിനാണ് ഷഫാഅത്ത് എന്ന് പറയുന്നത്. എന്താ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ? അതിന് ഇംഗ്ലീഷിൽ നമ്മൾ അർത്ഥം വെക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക ആണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ മലയാളത്തിൽ ശുപാർശ ചെയ്യുക എന്നാണ് അർത്ഥം. ഒരു പക്ഷേ ശുപാർശയും റെക്കമെൻഡേഷനൊക്കെ നമ്മൾ ആകെ ചർച്ച ചെയ്യുന്നത് മരണത്തിന് ശേഷമുള്ള ശുപാർശയെ സംബന്ധിച്ചാണ് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. നബിമാർ ശുപാർശ ചെയ്യും, മലക്കുകൾ ശുപാർശ ചെയ്യും, സ്വാലിഹീങ്ങൾ ശുപാർശ ചെയ്യും, ഹാഫിദീങ്ങൾ ഉണ്ടെങ്കിൽ ഹാഫിദീങ്ങൾ ശുപാർശ ചെയ്യും, പണ്ഡിതന്മാർ ശുപാർശ, ഇതൊക്കെ ഹദീസുകൾ വന്ന കാര്യമാണ്, ഇതൊക്കെ സാബിത്തായതാണ്, സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട ചില ശുപാർശകളുണ്ട്. ആ ശുപാർശ ആർക്കാണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? ഈ പറയപ്പെട്ടതുപോലെ സമൂഹത്തിൽ വിലയും നിലയുമുള്ള ആളുകൾക്കാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, അശ്ശഫാഅത്തു സകാത്തുൽ മുറുആത്ത്. ഒരു മനുഷ്യന് സ്വാധീനമുണ്ടെങ്കിൽ അവന് ആ സ്വാധീനത്തിന്റെ സക്കാത്ത് എന്താണ്? അവൻ ശുപാർശ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിന് പല ലെയറുകളുമുണ്ട്, എല്ലാവരും ഒരേ ശ്രേണിയിലല്ല ഉള്ളത്. അധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഏറ്റവും ഉയർന്ന തട്ടിൽ നിൽക്കുന്ന ആളുകൾ, അതിൻ്റെ താഴെയുള്ള ആളുകൾ, അതിൻ്റെ താഴെയുള്ള ആളുകൾ, അതിൻ്റെ താഴെയുള്ള ആളുകൾ, എല്ലാവരും ഒരേ നിലയിലല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ഇടങ്ങളിലും ഒരുപോലെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യന്റെ ഭരണത്തിന്റെ സംവിധാനത്തിലേക്ക് ഒരിക്കലും നമുക്ക് നേരെ ഒരു എൻട്രി നമുക്ക് പോസിബിൾ അല്ല. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ഉയർന്ന മാനേജ്മെന്റ് ലെവലിലേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഏറ്റവും താഴെ കിടക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ എന്താണ് മാർഗം? ഇവിടെ നമുക്ക് മാധ്യമങ്ങൾ വേണം, അടയാളന്മാർ വേണം, വസായിത്തുകൾ വേണം. വസായിത്തുകൾ നമ്മൾ തപ്പുമ്പോൾ പല ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അള്ളാഹു പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടിയിട്ട് നല്ല ശുപാർശ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു മേഖലയുമായി ഉയർന്ന ബന്ധമുണ്ട്, എൻ്റെ കീഴിലുള്ള ആള്, എൻ്റെ താഴെത്തട്ടിലുള്ള ഒരാൾ, അയാൾക്കൊരു ആവശ്യമുണ്ട്, അയാൾക്ക് നേരെ ഇവരിലേക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയില്ല. അവരെന്നോട് വന്നിട്ട് പറയുന്നു, ഉസ്താദ് നിങ്ങളൊന്ന് അവരോട് സംസാരിക്കണം, ഇങ്ങനൊരു വിഷയമുണ്ട്, ഒരു നന്മൻ്റെ കാര്യമാണ്, നിങ്ങളൊന്ന് വർത്തമാനം പറയണമെന്ന് പറയുമ്പോൾ അവിടെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, അങ്ങനെ ഒരാൾ നല്ല റെക്കമെൻഡേഷൻ ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ അവൻ അതിൻ്റെ പേരിൽ വലിയ മഹത്തായ കൂലി ലഭിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു ഖാഖാൻ റഹിമഹുല്ലാ എന്ന വലിയ മഹാൻ പറയുകയാണ്, ഹളർതു അൽ ഹസൻ ഇബ്നു സഹ്ലിൻ, ഞാൻ ഹസൻ റഹിമഹുല്ലയുടെ മജ്ലിസിൽ ഹാജരായി, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ഹസൻ റഹിമഹുല്ലയോട് പറഞ്ഞു, എനിക്കൊരു ആവശ്യമുണ്ട്, നിങ്ങൾ ഇന്ന ആളോട് സംസാരിച്ചിട്ട് അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. ഹസൻ റഹിമഹുല്ല ഇദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം ആരിലേക്കാണോ സമർപ്പിക്കാൻ ആഗ്രഹിച്ചത് അയാളെടുത്ത് പോയി സംസാരിച്ച് അത് പൂർത്തീകരിച്ച് വന്നപ്പോൾ ഈ വന്ന മനുഷ്യൻ, ആരാണ് ആവശ്യവുമായി വന്നത്, അയാൾ ഹസൻ റഹിമഹുല്ലയെ വല്ലാതെ പുകഴ്ത്തി നന്ദി പറഞ്ഞു, സന്തോഷമായി. അപ്പൊ ഇദ്ദേഹം പറയുകയുണ്ടായി, അലാമ തഷ്കുറുന, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് നന്ദി പറയേണ്ട ആവശ്യം? ഒരുപക്ഷെ ഇയാൾ നന്ദി പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ആവശ്യം പൂർത്തീകരിച്ചല്ലോ, ഇദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്തല്ലോ. ഹസൻ റഹിമുള്ള പറയുകയാണ്, നഹ്നു നറാ അന്ന ലിൽ ജാഹി സകാതൻ, നിങ്ങളിപ്പോൾ എന്നെ അയാളേക്ക് പോകാൻ വേണ്ടി സമീപിച്ചത് എനിക്കുള്ള അന്തസ്സിന്റെ പേരിലാണല്ലോ. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ഖുർആനിൽ നിന്നും കിട്ടിയ അധ്യാപനം, അന്ന ലിൽ ജാഹി സകാതൻ, സമൂഹത്തിൽ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് സക്കാത്തുണ്ട് എന്നാണ് ഞങ്ങൾ പഠിച്ചത്. കമാ അന്നൽ മാലി സക്കാത്തൻ, സമ്പത്തിന് സക്കാത്തുള്ളത് പോലെ സ്ഥാനങ്ങൾക്കും സക്കാത്തുണ്ട് എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പാടി, ഫുരിളത് അലയ്യ സകാതു മാ മലകത് യദി വസകാതു ജാഹി അൻ ഉഈന വഅസ്ഫഅ ഫഇദാ മലക്ത ഫജുദ് വഇല്ലം തസ്തതി ഫജ്ഹദ് ബിവുസ്ഇക കുല്ലിഹി അൻ തൻഫഅ. ഫുരിളത് അലയ്യ സകാതു മാ മലകത് യദി,
എൻ്റെ കൈകൊണ്ട് ഞാൻ സ്വർണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണമെന്ന് എനിക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ വസക്കാത്തു ജാഹി, എൻ്റെ സ്വാധീനത്തിനുള്ള സക്കാത്ത് എന്ന് പറയുന്നത്, സമൂഹത്തിൽ എൻ്റെ വിലക്കും നിലക്കുമുള്ള സക്കാത്ത് എന്ന് പറയുന്നത് അൻ ഉഈന വ അശ്ഫഅ, ഞാൻ മറ്റുള്ളവന് സഹായം ചെയ്തു കൊടുക്കലും അവന് കൊണ്ട് ശുപാർശ ചെയ്യലുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പദവികളിലേക്ക് പലരും എത്തി. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരത്തിൻ്റെ തട്ടുകളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേർക്ക് നേരെ പറയാനുള്ള ഉപാധികൾ അത് പ്രായോഗികമായി നമുക്ക് പോസിബിൾ അല്ല. എല്ലാവരും കൂടി ഓഫീസിൽ കയറി പോയി പറയാന്നത് പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് മുമ്പിലുള്ള ശുപാർശകരാണ് നമ്മുടെ മുമ്പിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ എന്തെങ്കിലും രീതിയിലുള്ള ഭരണപരമായോ നേതൃപരമായ ഉത്തരവാദിത്തങ്ങളും സ്വാധീനങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഹസൻ റഹിമുള്ളയുടെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. വസക്കാത്തു ജാഹി, എനിക്ക് നൽകിയ ഈ സ്ഥാനം, അത് MLA സ്ഥാനമാകട്ടെ, MP സ്ഥാനമാകട്ടെ, ചെയർപേഴ്സൺ സ്ഥാനമാകട്ടെ, ചെയർമാൻ സ്ഥാനമാകട്ടെ, അതിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് അൻ ഉഈന വ അശ്ഫഅ, പാർട്ടി നോക്കാതെ, ഗ്രൂപ്പ് നോക്കാതെ, വർണ്ണം നോക്കാതെ, ഏത് വിഭാഗമാണെന്ന് നോക്കാതെ അവർക്ക് വേണ്ടി ന്യായമായ മാന്യമായ സഹായങ്ങൾ ഒരുക്കി കൊടുക്കലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിന്റെ കയ്യിൽ ചെലവഴിക്കാനുള്ള സമ്പത്തും ഉപാധികളുണ്ടെങ്കിൽ നീ നിന്റെ കഴിവ് പോലെ ചെലവഴിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകാൻ പറ്റുന്ന രീതിയിലാകണം അതൊക്കെ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി. എന്നല്ല, ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സദക്ക എന്താണ് എന്ന ചർച്ച പലയിടത്തുമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സദക്ക എന്താണ്? സ്വർണം കൊടുക്കലാണോ, വെള്ളി കൊടുക്കലാണോ, വെള്ളം കൊടുക്കലാണോ, ഭക്ഷണം കൊടുക്കലാണോ എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അൽ ജൂദു കുല്ലുൽ ജൂദി ബദലുൽ ജാഹി, ഒരു മനുഷ്യൻ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കി കൊടുക്കലാണ് ഏറ്റവും വലിയ സദക്ക എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതായി നമുക്ക് ഹദീസിൻ്റെയും മറ്റും ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. അല്ലേ? ഇങ്ങനെയുള്ള ആളുകളിലേക്ക് മറ്റു മനുഷ്യരുടെ ഒഴുക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് മനുഷ്യന്മാരും മതം നോക്കിയിട്ടല്ല പലയിടത്തും പോകാറുള്ളത്. ജീവിച്ചുപോയ ആളുകൾ, മരിച്ചുപോയ ആളുകളൊക്കെ നമുക്കതിന് ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ മതവും ജാതിയും നോക്കാതെ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് പോകുന്നത്? കാരണം അവരിടപെട്ട് കഴിഞ്ഞാൽ, അവർക്ക് ഇന്ന സ്വാധീനം ഉപയോഗിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ്. പ്രിയമുള്ളവർ, ഇവിടെ രണ്ട് രീതിയിലുള്ള കാഴ്ചകളാണ്, രണ്ട് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇതിനെടുക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന്, ഞാനിങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ഇലക്ഷനിൽ എൻ്റെ പാർട്ടിക്ക് വോട്ടായിട്ട് മാറും എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇവനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ലാഭം അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ കൊടുക്കുക, ഈ അർത്ഥത്തിലാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ വോട്ട് ചിലപ്പോൾ നമ്മൾ പൊട്ടിയിൽ വീഴും. ബാലറ്റിൽ ആ വോട്ട് നമുക്ക് വേണ്ടി ഉണ്ടാകും, പക്ഷേ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞത് യകുല്ലഹു നസീബും മിൻഹാ, വലിയ മഹത്വവും വലിയ അജ്റുൻ ജസീലും അള്ളാഹു കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോഴാണ്. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിതെല്ലാം ചെയ്യുമ്പോഴും ഇഖ്ലാസ് അതിൻ്റെ മുഖാണ്, അതിൻ്റെ റൂഹാണ്. ഇതൊക്കെ നമ്മൾ ബാഹ്യമായ അമലുകൾ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കൂ. പക്ഷെ അള്ളാഹു താല നോക്കുന്നത്, അള്ളാഹു താല സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് എന്ത് പ്രവർത്തനാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് അവൻ മനുഷ്യൻ്റെ ഉള്ളിൽ രഹസ്യമായി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നാണ്. നമ്മുടെ അടുക്കിലേക്ക് ആൾ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക അതാണ്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് വോട്ട് ചെയ്ത ആളാണ്, അല്ല ഇവൻ്റെ ഫാമിലിയിൽ ആരും എനിക്കല്ല വോട്ട് ചെയ്തത്, ഈ വോട്ട് എന്തായാലും നമ്മൾ പൊട്ടിയിൽ വീഴൂല, പിന്നെന്തിനാണ് ഞാൻ മെനക്കെടുന്നത് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഈമാനിൻ്റെ ചിന്തയല്ല, കേവലം ഏറ്റവും താഴ്ന്ന ഗ്രേഡിലുള്ള രാഷ്ട്രീയക്കാരൻ്റെ ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇവരെൻ്റെ ഗ്രൂപ്പല്ല മറ്റേ ഗ്രൂപ്പാണ്. കുറേ ഗ്രൂപ്പുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുള്ളിൽ. ഇവരെൻ്റെ ഗ്രൂപ്പല്ല മറ്റേ ഗ്രൂപ്പാണ്. ഇവരെ സഹായിച്ചത് കൊണ്ട് എനിക്ക് വേറെ സംഘടനാ മെച്ചൊന്നും കിട്ടാനില്ല, ഇവർ നാലാളെ മുമ്പിൽ എന്നെ അംഗീകരിക്കാനും പോകുന്നില്ല, പിന്നെ ഞാനെന്തിനും ഇവനെ സഹായിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാരനെ പറഞ്ഞതുപോലെ ഏറ്റവും തരംതാഴ്ന്ന ചിന്തയാണത്. അള്ളാഹു നമുക്ക് നല്ല ചിന്തകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താഊസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഇദാ അൻഅമല്ലാഹു അസ്സ വജല്ല അലാ അബ്ദിൻ നിഅമത്തിൻ, അള്ളാഹു ഇങ്ങനൊരു നിഅമത്ത് നമുക്ക് നൽകി, എന്തെങ്കിലും രീതിയിലുള്ള സ്വാധീനം ജനങ്ങൾ നമ്മളിലേക്ക് വരുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് അള്ളാഹു തആലയിലേക്ക് എത്താനുള്ള മാർഗമാണിത്. നമ്മളൊരു ഖുതുബയിൽ പറയുണ്ടായി മഹാന്മാരുടെ ചില വാചകങ്ങൾ, യാചകർ എത്ര നല്ലവരാണ് എന്ന വാചകം. എന്താ യാചകർ എത്ര നല്ലവരാണെന്ന് പറയാൻ കാരണം മഹാന്മാർ പറഞ്ഞത്, ഒരു യാചകൻ വന്നിട്ട് എന്നോട് പണം ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ യാചകൻ എന്നോട് ഡെപ്പോസിറ്റാണ് ചോദിക്കുന്നത്.
എന്താണ് അപ്പോസിറ്റ് ചോദിക്കുന്നത്? നിങ്ങളൊരു 10 രൂപ തന്നാൽ അത് നിങ്ങൾക്ക് ആഖിറത്തിൽ സൂക്ഷിപ്പ് സ്വത്തായി മാറും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ നന്മ കാണുക. ഇതുപോലെ എനിക്കൊരു സ്വാധീനമുണ്ട്, ഒരാൾ വന്നിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങളൊന്ന് സംസാരിക്കണം, ആ വിഷയത്തിൽ എനിക്ക് വേണ്ടി ഇടപെടണം, അത് ന്യായമായതായിരിക്കണം, ഖൈറിന് വേണ്ടി ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെനിക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗമാണ്. ഈ മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ്റെ മനസ്സിൽ ചിന്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിന്ത കൊടുത്ത അള്ളാഹുവാണ്. വലിയ ഖൈറിൻ്റെ ആളുകളാണത്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ചിന്ത വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ പേര് മറ്റൊരാളുടെ സന്നിഗ്ധ ഘട്ടത്തിൽ, ദുഃഖാർദ്രമായ ഘട്ടത്തിൽ നമ്മുടെ പേര് വരുന്നുണ്ടെങ്കിൽ അത് മഹാഭാഗ്യവാന്മാരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫഇൻ സബറ വഹ്തമല, അയാൾ ക്ഷമിച്ചു, അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു, അവന് വേണ്ടി സഹായിച്ചുവെങ്കിൽ അള്ളാഹു അവന് വലിയ വഴികൾ തുറന്നു കൊടുക്കും. അതല്ല, ഞാൻ എന്തിനാണ് ഇവനെ സഹായിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് നോക്കി, രാഷ്ട്രീയം നോക്കി, പൊളിറ്റിക്സ് നോക്കി, ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളെ ചുരുക്കുന്നതെങ്കിൽ ആ കിട്ടിയ നിഅമത്ത് അള്ളാഹു തആല അവരിൽ നിന്ന് നീക്കിക്കളയുമെന്ന് ബഹുമാന്യരായ പണ്ഡിതന്മാർ പറയുകയുണ്ടായി. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ഭരണാധികാരികളും പഴയ കാലത്ത് പറയുമായിരുന്നു, ഇശ്ഫഉ ലിമൻ വറാഅക്കും. അവരുടെ കൊട്ടാരത്തിലുള്ള, അവരുടെ മുമ്പിലുള്ള ഹാജരുള്ള ആളുകളോട് പറയും, നിങ്ങൾക്ക് പിറകിലുള്ള ആളുകൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കണം. കാരണം ഒരു രാജാവ് എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ ഓരോ അണിയിലേക്കും നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയില്ല. ഓരോ അണിയിലേക്കും എത്തിച്ചേരാൻ പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന വാർത്തകൾ നിങ്ങൾ അവർക്ക് വേണ്ടി എന്നോട് സംസാരിക്കണമെന്ന് പഴയകാലത്തെ അധികാരികൾ പറയുമായിരുന്നു എന്ന് നമുക്ക് താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, മനിസ്തതഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫല്യഫഅൽ. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനെ ഏതെങ്കിലും വിധേന സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളുക. പിന്നെ നബി നിങ്ങളുടെ മജ്ലിസിൽ ഒരു യാചകൻ വരുന്നു, എന്താ നബി നിങ്ങൾ പറയാറുള്ളത്? ഇശ്ഫഉ തുജറു. നബി നിങ്ങൾ പറയും, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ചിലപ്പോൾ എൻ്റെ അടുത്ത് കൊടുക്കാൻ പണം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറുള്ള കുറേ ആളുണ്ടാവും. നബി നിങ്ങൾ പറയും, നിങ്ങളടുത്ത് കൊടുക്കാനില്ലേ, നിങ്ങൾ ഇവന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വേറെ രണ്ടാളത്ത് നിങ്ങൾ സംസാരിക്കും. നബി നിങ്ങൾ തന്നെ ചോദിക്കാറുണ്ടല്ലോ പലപ്പോഴും, ഇതാ ഒരു അതിഥി നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്, ആരാണ് ഇവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറുള്ളത്? ഇതൊന്നും പേഴ്സണൽ ലാഭത്തിന് വേണ്ടി അല്ലല്ലോ, ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതാണ് ഖുർആനിന്റെ ഭാഷ്യം, ഹസനത്തൻ. പക്ഷെ അള്ളാഹു ഉപയോഗിച്ചൊരു കാര്യമുണ്ട്, ശുപാർശ എന്ന് പറയുമ്പോൾ അത് ഹസനത്താകണം, നന്മക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശയാകണം. ഇനി അതിൻ്റെ നേർവിപരീതമുണ്ട്. എന്താ നേർവിപരീതം? ഒരാൾ ദുഷിച്ച ശുപാർശ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ യകുല്ലഹു കിഫ്ലും മിൻഹ, അതിൻ്റെ അനന്തരഫലം ഇവൻ അനുഭവിക്കേണ്ടി വരും. ഹറാമുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുക, അന്യായങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുക, അത് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? പലതും ഈ പറഞ്ഞ പോലെ ഭരിക്കുന്ന പക്ഷം, ഭരണപക്ഷം ഇതൊക്കെ നോക്കിയിട്ട് ഓരോ ജോലിക്കും ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന പ്രോട്ടോക്കോളും ഗൈഡ് ലൈൻസും ഉണ്ട്. നമുക്കറിയാം, ഓരോ ജോലിക്കും ഗവൺമെൻറ് ഓരോ അതിൻ്റെ ഗൈഡ് ലൈൻസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നത് പൂർത്തിയായിരിക്കണം, ഇത്ര കൊല്ലത്തെ സർവീസ് ഉണ്ടായിരിക്കും, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അത് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയ പൂർത്തീകരിച്ച ആയിരക്കണക്കിന് ആളുകൾ PSCയും മറ്റ് എക്സാമുകളൊക്കെ എഴുതിയിട്ട് തെരുവിൽ ഈ ജോലിക്ക് വേണ്ടി കാത്തുനിൽക്കുന്നുണ്ടാവും. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവൻ രാവും പകലും അധ്വാനിച്ചിട്ട് ഊണും ഉറക്കവും ഒഴിഞ്ഞിട്ടാണ് അവൻ ആ തസ്തികക്ക് വേണ്ടി, അവൻ ആ പോസ്റ്റിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ പിൻവാതിൽ നിയമനങ്ങളിൽ കൂടിയിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് ആ കൊമ്പത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് ലൈനുകൾ പോലും മാറ്റിത്തിരുത്താൻ പറ്റുന്ന രീതിയിൽ സ്വാധീനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവർ, അള്ളാഹു പിടിക്കുക തന്നെ ചെയ്യും. ആഖിറത്തിലൊന്നും എത്തണ്ട, ദുനിയാവിൽ തന്നെ ഇതൊക്കെ പുറത്തു വരും. നമ്മളത് പലതും കണ്ടുപോകും. പല പോസ്റ്റുകളിലും ഗവൺമെന്റിന്റെ ആളുകൾ നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ ഒന്ന്, ഇവരുടെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ അതിൻ്റെ 7 അയലത്ത് പോലും ഇല്ല. ഗൈഡ് ലൈനുകളെ പോലും മാറ്റിമറിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അതേത് വിഭാഗത്തിലായാലും ശരി, നമ്മൾ അതിൻ്റെ ആളുകളാകാൻ വേണ്ടി പാടില്ല. അതാണ് പറഞ്ഞത്, ശുപാർശ എന്ന് പറയുമ്പോൾ ഹസനത്തായിരിക്കണം, നന്മക്ക് വേണ്ടിയുള്ള ശുപാർശയായിരിക്കണം. തെറ്റുകൾ ചെയ്തു കോടതിയിലേക്ക് എത്തിയ കേസുകൾ വരുന്നു, അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ നിന്ന് വ്യഭിചാരം സംഭവിച്ചു. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യഭിചാരം സംഭവിച്ചിട്ട് നബിതങ്ങളുടെ അടുക്കലേക്ക് എത്തി. ആ കേസ് നബിതങ്ങൾ പലതവണ തിരുത്താൻ നോക്കി. ഒരു കാദിനെ സംബന്ധിച്ചിടത്തോളം കാദിക്ക് എപ്പോഴാണ് എടുക്കാൻ വേണ്ടി പറ്റുക, ആ വിധി എടുക്കാൻ പറ്റുക? അയാൾ പറയുന്നു ഞാൻ ചെയ്തു എന്ന് ഇഖ്റാർ ചെയ്ത് പറയണം, അംഗീകരിച്ച് പറയണം, അല്ലെങ്കിൽ 4 സാക്ഷി ഉണ്ടാകണം.
ഈ രണ്ടിലൊന്നുണ്ടായാൽ വിധി നടപ്പിലാക്കാം. സാക്ഷികൾ ഏതായാലും ഇല്ല. ഇയാൾ ഇഖ്റാർ ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഖാദിക്ക് സുന്നത്താണ്, ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം. അതായത് അയാളെ ഒന്ന് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് തോന്നിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ നിനക്ക് അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കാം. അപ്പോൾ അയാൾ തിരുത്തി പറയണില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാളെ വെറുതെ വിടണം. പിന്നെ അയാളെ വേഗം CCTVയും പിന്നെ എല്ലാ ചാനലുകാരും കൂടി പോയിട്ട് അവനെ പിടിക്കണം എന്നല്ല ഇസ്ലാമിൻ്റെ പ്രോട്ടോകോൾ. അയാൾ പോയിക്കൊള്ളട്ടെ, അയാൾ അള്ളാഹുവായിട്ട് തൗബ ചെയ്ത് കൊള്ളട്ടെ എന്നാണ് ഇസ്ലാമിൻ്റെ രീതി. പക്ഷേ ഈ സഹാബി ഓരോ തവണ നബിതങ്ങൾ ചോദിച്ചു, അല്ലക ഖബ്ബൽതഹ, നീ ചുംബിച്ചു പോയതായിരിക്കാം, ഒന്നും നടന്നിട്ടുണ്ടാവും. ഇല്ല നബിയെ. നബിതങ്ങൾ നിനക്ക് ഭ്രാന്ത് സംഭവിച്ചതാണോ? അല്ലെങ്കിൽ അങ്ങനെ പലതും നബിതങ്ങൾ പയറ്റി നോക്കി, ഒരു നിലക്കും നടക്കുന്നില്ല. അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അവസാനം അദ്ദേഹത്തിനെ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം എറിഞ്ഞു കൊന്നു. താരീഖിൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ആ സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ സംഭവത്തിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. എന്താ ഭാഗം എന്നറിയോ? ഈ സംഭവം ഈ സഹാബി ആദ്യം വന്ന് പറയുന്നത് നബിതങ്ങളുടെ അടുത്തല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ് പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ആരോട് പറയണ്ട, രഹസ്യമായി വെക്ക്. എന്താ കാര്യം? കോടതിയിലെത്തിയാൽ പിന്നീട് ശുപാർശയും പാടില്ല. കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ധാരണകളാകാം. ഞാൻ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലോ പറയുന്നത്, ശുപാർശൻ്റെ ഒരു തലം മാത്രം ഞാനിവിടെ പറയാം, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. കാരണം ശരിയായ ഈമാനുണ്ട്. അപ്പം ഈ ശുദ്ധി കലശം നടന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തൗബ കിട്ടൂ എന്ന ഉറച്ച വിശ്വാസം ആ സഹാബിക്കുണ്ട്. മറ്റൊരു സഹാബിൻ്റെ അടുക്കലേക്ക് പോയി. ആ സഹാബിയും പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾ തൗബ ചെയ്യ്, അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും. എന്നിട്ട് അസ്വസ്ഥനായി മൂന്നാമതൊരു സഹാബിൻ്റെ അടുക്കലേക്ക് പോയപ്പോഴാണ് നബിതങ്ങൾ ആ സഹാബി പറഞ്ഞത്, നിങ്ങൾ നബിതങ്ങളുടെ അടുക്കലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നബിതങ്ങളുടെ സമക്ഷത്തിൽ ഹദറത്തിൽ കേസ് വന്നാൽ പിന്നെ ശുപാർശയില്ല. ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, വലിയ പ്രമുഖ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മോഷ്ടിച്ചു. മോഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൈമുകൾ നോക്കുമ്പോൾ അതിനെ വൃത്തികെട്ട ഒരു തരംതാണ് ജോലിയാണ് കക്കുക, മോഷ്ടിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അന്തസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മോഷ്ടിച്ചാൽ പിന്നെ കൈവെട്ടലാണ്. മറ്റേത് കൊന്ന് കവറിലാക്കി കുഴിച്ചിട്ട് തന്നെ പിന്നെ അയാളെ ഭൂമിയിൽ പിന്നെ കാണില്ല. ഇത് കൈയില്ലാത്ത ഈ കോലം കൊണ്ട് മനുഷ്യന്മാരൊക്കെ കാണും. ആ ഗോത്രത്തിനടക്കം കുറച്ചിലാണ്. അപ്പോൾ അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ആരാണ് നബിതങ്ങളുടെ പോയിട്ട് ഈ വിഷയം സംസാരിക്കുക? എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. കട്ട മുതൽ തിരിച്ചെടുത്താൽ മതിയല്ലോ. പക്ഷെ പോരാ, ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ അങ്ങനെയല്ല. ഒരു ദീനാറിൻ്റെ 4/1 വിലയുള്ള ഒരു സാധനം ഒരാൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊണ്ടി മുതൽ തിരിച്ചു കൊടുക്കാതിരിക്കട്ടെ, അയാളെ വലത്തെ കൈൻ്റെ മണിബന്ധത്തിൽ നിന്ന് വിട്ടേച്ച് പോകണം. കാരണം അയാൾ തിരിച്ചു കൊടുത്തു എന്നുള്ളതല്ല, ഏതൊരു മനുഷ്യന് കക്കാൻ തോന്നാൻ പാടില്ല. അതാണ് ഇസ്ലാമിൻ്റെ രീതി. ഏതായാലും ഈ സ്ത്രീയുടെ വിഷയത്തിൽ അവരൊക്കെ ഒരുമിച്ച് കൂടി അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയിട്ട് ആരാണ് റെക്കമെൻഡ് ചെയ്യുക ഈ വിഷയത്തിൽ? അപ്പോൾ പറഞ്ഞു, ഒരു സഹാബിയുണ്ട്, അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയം സംസാരിക്കാൻ ഏറ്റവും പ്രാപ്തൻ. എന്നാൽ നബിതങ്ങളോട് ഈ സഹാബിക്കുള്ള ഇൻഫ്ലുവൻസ് ഇവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു. സഹാബി നേരെ വന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഒരു ചെറിയ കേസല്ലേ, ഒരു മോശന കേസല്ലേ, നമുക്കിതൊന്നും നമ്മളെ വാശിപ്പത് FIR ഒന്നും ഇടണ്ട, നമുക്ക് സ്റ്റേഷനിൽ സംസാരിച്ച് നമുക്ക് തീർക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് നമുക്ക് തീർക്കാം. അന്യായത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ വക്കാലത്ത് പറയുന്നത്. കാരണം ഇവിടെ ഈ തെറ്റ് ചെയ്ത പ്രതി ശിക്ഷിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പ്രതികൾ ഇവിടെ ഉണ്ടാകും. നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതസ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, നീ അള്ളാഹിന്റെ ഹദ്ദിന്റെ വിഷയത്തിൽ, ഇത് അള്ളാഹു പറഞ്ഞതാണ്, മോഷ്ടിച്ചത് ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു ദീനാറിന്റെ 4/1 മൂല്യമുള്ള ഒരു വസ്തു ഒരാൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊണ്ടി സഹിതം പിടികൂടിയാൽ സാക്ഷികളുണ്ടെങ്കിൽ ഫഖ്തഉ ഐദിയഹുമ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ആളുകൾ അയാളുടെ കൈകൾ ഛേദിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹുവിന്റെ നിയമമാണ്. ആ അള്ളാഹുവിന്റെ നിയമത്തിൽ നീ എന്നോട് ശുപാർശ ചെയ്യുകയാണോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങൾ പറഞ്ഞു. മുൻഗാമികളായ സമൂഹം നശിച്ചു പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖന്മാർ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചിട്ട് കേസ് സ്റ്റേഷൻ ഒതുക്കി തീർക്കും. നമ്മുടെ ഭാഷയിൽ സമൂഹത്തിൽ ഇടപെടാൻ സ്വാധീനമുള്ള സകലവന്മാരുടെയും ഫോൺ കോൾ വരും. ഇടപെട്ട് പുഷ്പം പോലെ പുറത്തേക്ക് വരും. എന്നിട്ടോ ഇവിടെ ക്രൈം റേറ്റ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരു ഭാഗത്ത് ചാനലുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടി കളിച്ചിരിക്കുന്ന ആളുകളോ അവരിങ്ങനെ സുഖനിദ്ര നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ പാവപ്പെട്ടവന് തെറ്റ് ചെയ്താലോ, പാവപ്പെട്ടവന്റെ പക്കൽ നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ, വിശപ്പിന്റെ പേരിൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ, ശരീഅത്തിന്റെ നിയമം അനുസരിച്ചിട്ട് അത് പറയുമ്പോൾ അതും കൂടി കൂട്ടത്തിൽ പറയണല്ലോ, മോഷ്ടിക്കൽ അനുവദനീയമായ ഒരു സമയമുണ്ട് ശരീഅത്തിൽ. ഏതാ മോഷ്ടിക്കൽ അനുവദനീയമായ സമയം? തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യൻ ഒരു നാട്ടിലേക്ക് പോകുന്നു,
ആ മനുഷ്യൻ്റെ കയ്യിൽ വാങ്ങാനുള്ള പൈസയില്ല, ഭക്ഷണം വാങ്ങാനുള്ള പൈസയില്ല, വെള്ളം വാങ്ങാനുള്ള പൈസയില്ല, ഒന്നുമില്ല. അയാൾ നാട്ടുകാരോട് ചോദിച്ചു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു പോവും, എൻ്റെ ജീവൻ അപകടത്തിലാണ്. നാട്ടുകാരൊന്നും കൊടുക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓനിക്ക് എങ്ങനെ ഭക്ഷണം അവിടെ നിന്ന് കൈക്കലാക്കാൻ പറ്റുമോ കൈക്കലാക്കാം. കാരണം അതിൻ്റെ കാരണം ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കള്ളുടിക്കൽ ആ സമയത്ത് അനുവദിച്ചു കൊടുത്തത്. ജീവൻ നിലനിർത്താൻ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവിടെ അന്യായക്കാരൻ പാവപ്പെട്ടവനാണെങ്കിൽ, സാധാരണക്കാരനാണെങ്കിൽ അവന് സമൂഹ മധ്യത്തിൽ എല്ലാ രീതിയിലും വിചാരണകൾ നടത്തുന്നു. കോടതി വിചാരണകൾ നടക്കുന്നു, മാധ്യമ വിചാരണകൾ നടക്കുന്നു, സോഷ്യൽ മീഡിയ വിചാരണകൾ നടക്കുന്നു. എന്നിട്ട് ആ മനുഷ്യനെ ക്രൂശിക്കപ്പെടുന്നു. ഇതാകാൻ പാടില്ല നമ്മുടെ ശഫാത്തുകൾ. അന്യായത്തിന് വേണ്ടി നമ്മൾ ശുപാർശ ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ കരുതുന്നത് നമ്മളോട് ഒരാൾ വന്നിട്ട്, നമ്മൾ വേണ്ടപ്പെട്ട ഒരാൾ ഇങ്ങനത്തെ വിഷയങ്ങളിൽ വന്നിട്ട്, ഈ സ്വാധീനമുള്ള ആളുകളും ഈ വിഷയം ഉണ്ടാവും. അവർക്ക് ന്യായത്തിൽ മാത്രമല്ല ശുപാർശ ചെയ്യേണ്ടി വരിക, അന്യായ കേസുകളും അവരെ മുമ്പിലേക്ക് വരും. അപകടം പറ്റിപ്പോയി, കുറച്ച് കഞ്ചാവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തു പോയിട്ടുണ്ട്, ഡ്രഗ്സ് കൈമാറി പോയിട്ടുണ്ട്, എന്ത് ചെയ്യുക, എൻ്റെ മോനായിപ്പോയില്ല, ഇതായിപ്പോയില്ല, നിങ്ങളൊന്ന് സംസാരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അവിടെ ആ മനുഷ്യനെ വേണ്ടി വക്കാലത്ത് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വളർത്തുന്ന ഒരു ക്രിമിനലിനെയാണ് എന്ന ധാരണ നിങ്ങൾക്ക് 100% ഉണ്ടാകണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പ്രവർത്തിക്കേണ്ടത്. സംഗതി ശരി തന്നെയാണ്, എനിക്ക് സ്വാധീനമുണ്ട്, DYSP എനിക്ക് വിളിച്ചാൽ ഇടപെടാൻ വേണ്ടി പറ്റും, DGP എനിക്ക് വിളിക്കാം, വേണമെങ്കിൽ CM തന്നെ വിളിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഞാൻ ഇതിന് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യനിക്ക് എങ്ങനെ കുറ്റബോധം ഉണ്ടാകൽ? ഈ മനുഷ്യൻ എങ്ങനെ തിരുത്താനുള്ളൊരു അവസരം ഉണ്ടാകൽ? കാരണം അവനിക്ക് ധാരണ ഉണ്ടായി, ഞാനെന്ത് ചെയ്താലും കുഴപ്പമില്ല, ഉപ്പാക്ക് വലിയ കൊമ്പത്താണ് പിടുത്തം. അങ്ങനെയുള്ള മക്കളാണ് പ്രിയം. നിങ്ങൾ നോക്കിക്കോ, അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ അപകടത്തിൽ ചാടുന്ന ആരുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പഠനം നിങ്ങൾ നടത്തി നോക്കിക്കോ. ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, സമ്പന്നന്മാരുടെ മക്കളാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരു പൊതുധാരണയാണത്. എന്താ കാരണം? സമ്പന്നന്മാരുടെ മക്കളാകുമ്പോൾ ഒരു ധാരണ ഉണ്ടാവും, കുഴപ്പമില്ല, ഉപ്പാൻ്റെ കയ്യിൽ കാശുണ്ട്, ഉപ്പാക്ക് വലിയ കൊമ്പന്മാരായിട്ട് പിടുത്തുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്താലും എന്നെ ഇറക്കാനും എന്നെ ഇറക്കിക്കൊണ്ടുപോകാനും ജാമ്യത്തിൽ ഇറക്കാനൊക്കെ ആളുകളുണ്ട് എന്ന മനോഭാവം മനസ്സിലുണ്ടാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞു വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളൊരു മോശമായ ശുപാർശയാണ് ചെയ്യുന്നത് എങ്കിൽ അപ്പം നിങ്ങൾക്ക് അയാളുടെ പ്രീതി കിട്ടുമായിരിക്കും. നമ്മുടെ കാര്യമായ ഇയാളെ നമ്മളെ മോനെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ അവർ പറയുമായിരിക്കും. പക്ഷേ അത് കാലാതീതമായി ലോങ് ടേമിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ വലിയ അപകടമാണ് ഉണ്ടായിത്തീരുക. അള്ളാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മയും തിന്മയും, നമ്മൻ്റെ പാർട്ടിക്കാരൻ, നമ്മളെ ഗ്രൂപ്പുകാരോട് എന്തുമാകാം. നബി തങ്ങൾ പറഞ്ഞു, വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. എന്താ വർഗീയത എന്ന് പറഞ്ഞാൽ? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് നമ്മുടെ സൊസൈറ്റിയിൽ വർഗീയത. നബി തങ്ങൾ നൽകിയ വിവക്ഷ എന്താണ്? വർഗീയത എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ തെറ്റാണെന്ന് പറയാതെ അതിനെ ന്യായീകരിക്കാൻ നടക്കുന്ന തൊഴിലാളികൾ, അവനാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഗ്രൂപ്പും ഈ കൾട്ടും ഈ എത്നിക്സും ഒക്കെ നമ്മളുണ്ടാക്കിയതാണ്. അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ഈമാൻ, അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ഇസ്ലാമിൻ്റെ മൊറാലിറ്റിയും എത്തിക്സും എന്നുള്ളത് ബോധം നമുക്ക് ഉണ്ടാക്കി തീർക്കണം. എങ്കിൽ അടുത്ത തലമുറയെങ്കിലും നമുക്ക് നന്മൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ശുപാർശ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഭയം ഉണ്ടാവും, ഞാൻ ശുപാർശ ചെയ്തിട്ട് അത് തള്ളിപ്പോയാലോ, സ്വീകരിച്ചിട്ടില്ലെങ്കിലോ. അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നന്മക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശയാണെങ്കിൽ നമ്മൾ ചെയ്തേക്കണം. പണ്ട് നമ്മുടെ ഈ മൊഴികളിലൊക്കെ പറയാറുള്ളത് പോലെ, പോയാലൊരു വാക്ക് കിട്ടിയാലൊരു ആന. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പല വിഷയങ്ങളിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. മുഗീസ് എന്ന് പറയുന്ന സഹാബിയും ബരീറ എന്ന് പറയുന്ന സഹാബി വനിതയും, രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു, രണ്ടാളും അടിമകളായിരുന്നു ആദ്യം. അപ്പം ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അടിമകളായി ജീവിച്ചു കൊണ്ടിരുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മോചിപ്പിക്കപ്പെട്ട് സ്വതന്ത്രനായി കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ ഫ്രീഡം ഉണ്ട്. വേണമെങ്കിൽ ആ നിക്കാഹിൽ തുടരാം, അല്ലെങ്കിൽ നിക്കാഹ് ഫസ്ഖ് ചെയ്തിട്ട് വേറൊരു വിവാഹം കഴിക്കാം. കാരണം അടിമയും സ്വതന്ത്രനും അടിമയും തമ്മിലുള്ള വിവാഹത്തിനുള്ളൊരു പ്രശ്നം കൊണ്ടാണ്. ഏതായാലും ഈ ബരീറ എന്ന് പറയുന്ന സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബരീറിൻ്റെ യജമാനൻ മുതലാളി ബരീറെ മോചിപ്പിച്ചു. അപ്പോൾ ഈ ബരീറിൻ്റെ കോർട്ടിലാണ് ബോളുള്ളത്. ബരീറൊക്കെ തീരുമാനിക്കാം മുഗീസുമായിട്ടുള്ള നിക്കാഹിൽ തുടരണോ അതല്ല നിക്കാഹ് ഫസ്ഖ് ചെയ്തിട്ട് വേറൊരു നിക്കാഹിലേക്ക് പോകണോ. ബരീറ പറഞ്ഞു, എനിക്ക് മുഗീസിനെ വേണ്ടാന്ന് പറഞ്ഞു. മുഗീസ് അടിമയാണ്, ഇനി വേറെന്തോ കാരണം ഉണ്ടായിരിക്കാം, എനിക്ക് മുഗീസുമായിട്ട് ഇനി ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ താല്പര്യമില്ല. സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ മദീനയിലെ തെരുവുകളിൽ ഇങ്ങനെ കാണുകയാണ്, മുഗീസ് ബരീറിന്റെ പുറകിലെ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ നീ ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്ടത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തിയിട്ട് കരഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ഞങ്ങൾ കാണുകയാണ്. നബി തങ്ങൾ ഇത് കണ്ടു.
മുഗീസ് ബരീറിന്റെ പിറകിലേക്ക് പോവുകയാണ്. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബരീറിനെ വിളിച്ചു. ഞാൻ പറയുന്നത് ആ റെക്കമെൻഡേഷന്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. മുഗീസിനെയും ബരീറയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് ബരീറിനോട് പറഞ്ഞു, ബരീറ ഒന്ന് എടുത്തൂടെ, നിങ്ങൾ കുറെ കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, ഇനിയും നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചുകൂടെ? ഹലാലിന് വേണ്ടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. മുഗീസിന്റെ ഭാര്യയായ ബരീറ അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തങ്ങളുടെ അമ്രാണോ അതോ ഷഫാഅത്താണോ എന്ന് ചോദിച്ചു. അമ്രെന്ന് പറഞ്ഞാൽ കോടതി വിധിയാണ്, അതിനെ മാനിച്ചേ പറ്റൂ. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി, അംഗീകരിച്ചേ പറ്റൂ. അതല്ല, തങ്ങൾ എൻ്റെ മുമ്പിൽ വെക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്, വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്ന ഓപ്ഷനാണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എല്ലാ ഷഫാഅത്താണെന്ന് പറഞ്ഞു, എൻ്റെ ഓർഡറല്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹു റസൂൽ അവിടെ അമ്ര് കൊടുക്കാലോ, പക്ഷെ നബി തങ്ങൾ ആ സ്വാധീനത്തിനെ അതിന് ദുരുപയോഗം ചെയ്തില്ല. അതാണ്, ദുരുപയോഗം ചെയ്തില്ല. നിനക്ക് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷേ ബരീറ നമ്മളവിടെ കാണേണ്ടത് ഇസ്ലാം എത്രമാത്രം ഓരോ മേഖലകളിലും വ്യക്തി സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളതാണ്. ഒരുമിച്ച് ജീവിക്കേണ്ടത് മുഗീസും ബരീറയാണ്, അള്ളാന്റെ റസൂലായിട്ടല്ല. ബരീറ പറഞ്ഞു താല്പര്യമില്ല എന്ന് പറഞ്ഞു, മുഗീസിനെ വേണ്ട. എന്നിട്ട് നബി നിങ്ങൾ മുഗീസിനെ ഈ ബരീറയെ പിന്നെ കുറ്റപ്പെടുത്തലുണ്ടായോ? നിങ്ങൾ എന്ത് പറയാ കാണിച്ചു? അള്ളാന്റെ റസൂലായ എന്നെ നിങ്ങൾ അംഗീകരിക്കാതെ പോയി, എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾ തള്ളിപ്പോയി, നിങ്ങൾ അംഗീകരിച്ചില്ല, അതുകൊണ്ട് ക്രോധം ഒന്നുമില്ല. നബിതങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചു. ചോദിച്ചു നബിതങ്ങൾ, ആ സ്ത്രീക്ക് അള്ളാഹു നൽകിയ ഓപ്ഷൻ ആയിരുന്നു അത്, വേണമെങ്കിൽ ഫസ്ഖ് ചെയ്യാം അല്ലെങ്കിൽ തുടരാം. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഫസ്ഖ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകളയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ രീതിയിൽ അള്ളാഹു നമുക്ക് നൽകിയ സ്വാധീനത്തിനെ നമ്മൾ ഖൈറുകൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കും ഒരു ഖിയാമത്ത് നാൾ വരെയുള്ള നന്മക്ക് കാരണമായി തീരുന്നത്. ഇതുപോലെ തന്നെ ഒരു ഫോൺ കോൾ ആയിരിക്കും ഖിയാമത്ത് നാൾ വരെയുള്ള ഷർറുകൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് പത്തക്കത്തിലേക്ക് നമ്മുടെ വിരലുകൾ ഞെങ്ങുമ്പോൾ 2 വട്ടം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവസാനം ഒരു വിഷയം കൂടി പറഞ്ഞ വിഷയത്തെ പൂർത്തീകരിക്കാം. നമ്മളിതൊക്കെ ചെയ്യുന്നു, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഖാലിസൻ ലില്ലാഹി തആല, എൻ്റെ റബ്ബിന് വേണ്ടി ഒരു പടച്ചോൻ എന്നെ തൃപ്തിപ്പെടുത്തണം. നാളെ ആഖിറത്തിലേക്ക് എനിക്ക് എത്തുമ്പോൾ എനിക്ക് മലക്കളുടെ ശുപാർശ കിട്ടണം, അമ്പിയാക്കളുടെ ശുപാർശ എനിക്ക് കിട്ടണം, അതുപോലെ സ്വാലിഹീങ്ങളുടെ ശുപാർശ കിട്ടണം. അതുകൊണ്ട് ഞാനിത് എൻ്റെ മനുഷ്യന്മാർക്ക്, എൻ്റെ സഹോദരങ്ങൾക്കും ഞാൻ ശുപാർശ ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ ശുപാർശ ചെയ്ത ആ നന്മയെ നമ്മൾ പൊളിച്ചു കളയരുത്. അള്ളാഹു പറഞ്ഞതുപോലെ ലാ തുബ്തിലു സദഖാത്തിക്കും ബിൽ മന്നി വല്ലദ. നമ്മളങ്ങനെ ശുപാർശ ചെയ്തു, ഒരാൾക്ക് നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല റാഹത്തിലായി, അങ്ങനെ നമ്മളെല്ലാവരും കൂടി മീറ്റിംഗ് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്, ഞാനല്ലേ ഓനിക്കാടെ ജോലി തരപ്പെടുത്തി കൊടുത്തത്, അവനാളെ നിന്നേനായി നാണം കെടുത്തി, അവന് ഞാനല്ലേ അവിടെ സീറ്റ് ഉറപ്പിച്ചു കൊടുത്തത്, അവന് ഞാനല്ലേ ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ശരിയാക്കി കൊടുത്തത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചാണ് നമ്മൾ ചെയ്തതെങ്കിൽ അതിനെ മറച്ചു വെക്ക്. നമ്മൾ മറച്ചു വെക്കുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ പണത്തിൻ്റെയും മറ്റൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ എന്തെങ്കിലും സ്ക്രീൻഷോട്ടുകളും മറ്റൊക്കെ നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നൊരു സാധനമുണ്ട്, നമ്മുടെ പേര് അവിടെ മാസ്ക് ചെയ്യും. അതുപോലെ നമ്മുടെ അക്കൗണ്ടിലെ തുകയും നമ്മൾ മാസ്ക് ചെയ്യും. നമ്മുടെ അക്കൗണ്ടിലുള്ള പണം നമ്മൾ ആർക്കും കാണിച്ചു കൊടുക്കാറില്ല. അത് കൂടിയാലും കാണിച്ചു കൊടുക്കാറില്ല, കുറഞ്ഞാലും കാണിച്ചു കൊടുക്കാറില്ല. അതൊരു അന്തസ്സിൻ്റെ ഭാഗമാണ്. അവസാനത്തെ 0 മാത്രമേ നമ്മളിവിടെ ബാക്കി വെക്കാറുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഒരു ലോജിക്കെങ്കിലും നമ്മൾ നന്മൻ്റെ വിഷയത്തിൽ കാണിക്കണം. ഞാൻ ഇവനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അത് വേറൊരു മനുഷ്യൻ അറിയേണ്ട, അവനും അറിയേണ്ട, ഞാനും അറിയേണ്ട, അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപക്ഷെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അമലിൽ, നമ്മുടെ മീസാനിൽ അമലുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഈ ശുപാർശ ചെയ്യപ്പെട്ടവനായിരിക്കും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയാം, പടച്ചവനെ, ഞാൻ ജീവിതത്തിൻ്റെ ഏറ്റവും മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ ഒരു വാക്കായിരുന്നു, ഒരു ഫോൺ കോളായിരുന്നു, ഒരു ബന്ധപ്പെടുത്തലായിരുന്നു എന്നെ നന്മയിലേക്ക് എത്തിച്ചതെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കാരുണ്യവാനായ അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും. അതാണ് ആ ആയത്തിൻ്റെ അവസാനം, വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത. നിങ്ങളുടെ ഓരോ ഇടപെടലുകളെയും അള്ളാഹു സൂക്ഷിച്ചു വെക്കുന്നു, അള്ളാഹു അറിയുന്നു. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം നിഅമത്തുകൾ നൽകിയിട്ടുണ്ടോ ആ നിഅമത്തുകളൊക്കെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗ്ഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا.
أما بعد فأعوذ بالله من الشيطان الرجيم